സാലറിയിൽ നിന്നും TDS പിടിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ സാലറി വാങ്ങുന്ന ഒരാൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻസ് കിട്ടും. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. എന്താണ് ഇൻകം ടാക്സ്? നിങ്ങൾക്കൊരു സാമ്പത്തിക വർഷത്തിൽ ഒരു എമൗണ്ടിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ ആ തുകയുടെ ഇത്ര ശതമാനം നിങ്ങൾ ഗവൺമെൻറ്റിന് നികുതിയായിട്ട് കൊടുക്കണം. അതാണ് ഇൻകം ടാക്സ്. സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് ഈ ഇൻകം ടാക്സ് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സാലറി വാങ്ങുന്നവരുടെ വരുമാനം, അവരുടെ സാലറിക്ക് കൃത്യമായ കണക്കുണ്ട്. അതെല്ലാ മാസം അക്കൗണ്ടിലേക്ക് വരുന്നതിന് കൃത്യമായ കണക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു എമൗണ്ട് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ വരുമാനത്തിനും നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കണ്ട. നിങ്ങളുടെ വരുമാനത്തിലെ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന തുകയ്ക്ക് മാത്രം നിങ്ങൾ ഇൻകം ടാക്സ് കൊടുത്താൽ മതി. അതിനുള്ള പല പ്രൊവിഷൻസും ഇന്ത്യയിലുണ്ട്. ആ തരത്തിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും കുറയ്ക്കാൻ പറ്റിയ കാര്യങ്ങളെയാണ് നമ്മൾ ടാക്സ് ഡിഡക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുഴുവൻ വരുമാനത്തിൽ നിന്നും ഈ ടാക്സ് ഡിഡക്ഷൻ വരുന്ന തുക കുറച്ചിട്ട് ബാക്കി തുക വെച്ചാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് കണക്കൂട്ടുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻകം ടാക്സിൻ്റെ തുകയ്ക്ക് വളരെയധികം കുറവ് വരുത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ സാലറി വാങ്ങുന്ന ഒരാൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻസ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? ആദ്യമായിട്ട് സാലറി വാങ്ങുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അത് 50,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കിട്ടുക. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നാണ് ഈ ഒരു 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കുറയ്ക്കുക. അതായത് നിങ്ങൾക്ക് ഒരു വർഷം ഒരു 3.5 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ 3.5 ലക്ഷം രൂപയും എടുത്തിട്ട് നിങ്ങളുടെ വരുമാനമായിട്ട് കണക്ക് കൂട്ടില്ല. അതിൽ നിന്നും ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ 50,000 രൂപ കുറച്ചിട്ട് ബാക്കി വരുന്ന തുക, അതായത് 3 ലക്ഷം രൂപ. ആ 3 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ആ വർഷത്തെ ഇൻകം, അതായത് സാലറിയിൽ നിന്നുള്ള ഇൻകമായിട്ട് കണക്കാക്കുള്ളൂ. എന്നിട്ട് അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ആ വർഷത്തെ ഇൻകം ടാക്സ് കണക്കാക്കുക. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് 2 രീതികളുണ്ട്. ഒന്ന് ഓൾഡ് ടാക്സ് റെജീമും മറ്റേത് ന്യൂ ടാക്സ് റെജീമും. നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും, അതായത് ITR ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം സെലക്ട് ചെയ്താലും ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്തായാലും കിട്ടും. സോ ഈ ഒരു കാര്യം ഈ 2 റെജീമിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ സാലറി കിട്ടുമോ അത് മുഴുവനും ടാക്സബിൾ അല്ല. അതിൽ നിന്ന് 50,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. സോ ഇതാണ് ആദ്യത്തെ നമ്മുടെ ടാക്സ് ഡിഡക്ഷനുള്ള വഴി, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇനിയുള്ള ഡിഡക്ഷൻസ് ഒന്നും ന്യൂ ടാക്സ് റെജീമിനില്ല. അതെല്ലാം ഓൾഡ് ടാക്സ് റെജീമിന് മാത്രമേ ഉള്ളൂ. സോ ഈ 2 ടാക്സ് റെജീമിൻ്റെ ലിമിറ്റും പിന്നെ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പറയാം. സോ അടുത്ത് നമുക്ക് വരുന്ന ഒരു ടാക്സ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് HRA ആണ്, ഹൗസ് റെൻറ്റ് അലവൻസിൻ്റെ ഡിഡക്ഷൻ. നിങ്ങൾ വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഇനത്തിലും ഒരു എമൗണ്ട് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. റെൻറ്റ് കൊടുത്ത മുഴുവൻ തുകയ്ക്കും ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ല. അതിന് ചില കണക്കുകളുണ്ട്. 3 തുകകളുണ്ട്. ഈ 3 എമൗണ്ടിൽ ഏതാണോ ചെറുത് അത്രയും തുകയ്ക്കുള്ള ടാക്സ് ഡിഡക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിൽ ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് HRA ആയിട്ട് സാലറിയുടെ കൂടെ കിട്ടിയ എമൗണ്ടാണ്. നിങ്ങളുടെ സാലറി സ്ലിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം ബേസിക് സാലറി ഉണ്ടായിരിക്കും, DA ഉണ്ടായിരിക്കും, പിന്നെ HRA ഉണ്ടായിരിക്കും. അപ്പോൾ ഈ HRA എന്ന് പറയുന്ന ഒരു എമൗണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കുക. അതാണ് ആദ്യത്തെ എമൗണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ HRA × 12 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ടോട്ടൽ HRA കിട്ടും. അതാണ് ഒന്നാമത്തെ എമൗണ്ട്. ഇനി രണ്ടാമത്തത് നിങ്ങൾ ആക്ച്വൽ കൊടുത്ത റെൻറ്റ്, നിങ്ങൾ എത്ര രൂപ റെൻറ്റ് കൊടുത്തു അതിൽ നിന്നും നിങ്ങളുടെ ബാക്കി സാലറിയുടെ പാർട്ട്, അതായത് ബേസിക് സാലറിയും DAയും ചേർത്തിട്ടുള്ള എമൗണ്ടിൻ്റെ 10% കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കിട്ടുന്ന തുകയാണ് രണ്ടാമത്തെ തുക. മൂന്നാമത്തത് DAയുടെയും ബേസിക് സാലറിയുടെയും 50%. നിങ്ങൾക്ക് ഇത് DA ഇല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് സാലറിയുടെ 50%, അത് നിങ്ങളൊരു മെട്രോ സിറ്റിയിൽ താമസിക്കുകയാണെങ്കിൽ, മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബേസിക് സാലറിയുടെ 40%. ഈ 3 തുകകളിൽ ഏറ്റവും ചെറുത് ഏതാണോ അത്രയും രൂപ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ഇതാണ് HRA ഇനത്തിൽ കിട്ടുന്ന ടാക്സ് ഡിഡക്ഷൻ. സോ വാടകയ്ക്ക് താമസിക്കുന്നവർക്കാണ് ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ കിട്ടുക HRA ഇനത്തിലുള്ളത്. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ചിലരും HRA ഇനത്തിൽ ടാക്സ് ഡിഡക്ഷൻ എടുക്കാറുണ്ട്. അത് പാരൻസിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് പാരൻ്റാണ് ഹൗസ് ഓണർ എന്ന നിലയ്ക്ക് കണക്ക് കൂട്ടിയിട്ട് പാരൻറ്റിന് ഒരു എമൗണ്ട് എല്ലാ മാസവും കൊടുക്കുന്നു. അതാണ് റെൻറ്റെന്ന് കാണിച്ചിട്ടൊക്കെ ടാക്സ് ഡിഡക്ഷൻ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ശരിക്കും നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു എമൗണ്ടാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന തുകയ്ക്ക് ഒരു ടാക്സ് ഡിഡക്ഷൻ ഗവൺമെൻറ് തരുന്നുണ്ട്. അതാണ് ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ. ഇവിടെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ ഒരു വർഷം 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഈ ഒരു റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൗസ് ഓണറുടെ പാൻ കാർഡും കൂടെ നിങ്ങൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഡക്ഷൻ കിട്ടുള്ളൂ. അടുത്തതാണ് സെക്ഷൻ 80C, 80CCC, 80CCD1. ഈ 3 സെക്ഷൻ ചേർത്ത് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയുടെ ടാക്സ് ഡിഡക്ഷന് കിട്ടുള്ളൂ. 80Cയിൽ വരുന്നത് നിങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിനടച്ച പ്രീമിയം, PPF ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്,
നിങ്ങൾക്ക് ഇക്വിറ്റി ഷെയറുകളുടെ സബ്സ്ക്രിപ്ഷൻ, അതായത് നിങ്ങൾക്കൊരു ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ ട്യൂഷൻ ഫീ, അതായത് നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിനായിട്ട് കോളേജിലോ സ്കൂളിലോ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നിങ്ങൾ അടച്ചിട്ടുള്ളൊരു ഫീസ്. പിന്നെ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട്. നിങ്ങൾക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ തിരിച്ചടച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട്. ഹൗസിംഗ് ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ അതിൽ നമ്മൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ഉണ്ടല്ലോ, മുതലും പലിശയും ചേർത്താണ് തിരിച്ചടയ്ക്കുക. അതിൽ മുതൽ എത്രയാണ് വരുന്നത് ആ ഒരു എമൗണ്ട്. പിന്നെ മറ്റ് ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ഇതെല്ലാമാണ് 80C വരുന്നത്. 80CCC വരുന്നത് നിങ്ങൾ LICയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൻഷൻ സ്കീമിൻ്റെയോ ആനുവിറ്റി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ചിലവാക്കിയ എമൗണ്ടിനും ഈ ഒരു ടാക്സ് റിഡക്ഷൻ കിട്ടും. 80CCD1 വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നാഷണൽ പെൻഷൻ സ്കീം അല്ലെങ്കിൽ അടൽ പെൻഷൻ യോജനയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനും ടാക്സ് റിഡക്ഷൻ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 സെക്ഷനും ചേർത്ത് നിങ്ങൾക്ക് ആകെ 1.5 ലക്ഷം രൂപ വരെ ടാക്സ് റിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ടാക്സ് ഡിഡക്ഷന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സെക്ഷൻ പ്രകാരം ശരിക്കും എത്ര ഡിഡക്ഷൻ ഇപ്പോൾ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ബാക്കി എമൗണ്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ട്, അവിടെ നിങ്ങൾ ഒരു വർഷം 80,000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതിന് നിങ്ങൾ 20,000 രൂപ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇനി നിങ്ങളൊരു PPF അല്ലെങ്കിൽ ഒരു ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ NPSലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 50,000 രൂപയും കൂടെ ഈ ഒരു ടാക്സ് സേവിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആകെ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയുടെ ടാക്സ് റിഡക്ഷൻ കിട്ടും. പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ നിങ്ങൾ 1 ലക്ഷം രൂപ ഒരു ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ആകെ 2 ലക്ഷം രൂപയ്ക്കുള്ള ഡിഡക്ഷൻ നിങ്ങൾക്ക് ഈ സെക്ഷൻ പ്രകാരം കിട്ടണം. പക്ഷേ ആകെ ഇതിൽ നിന്ന് 1.5 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി 50,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ല. സോ നിങ്ങൾക്ക് ഈ സെക്ഷനുകളിൽ ഏതിലൊക്കെ ഡിഡക്ഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ബാക്കി എമൗണ്ട് മാത്രം ടാക്സ് സേവിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ സെക്ഷനുകൾക്ക് പുറമെ ഒരു 50,000 രൂപയുടെയും കൂടെ അഡീഷണൽ ടാക്സ് ഡിഡക്ഷൻ തരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 80CCD1B. നേരത്തെ ഞാൻ പറഞ്ഞു ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ 50,000 രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ല. പക്ഷേ NPSൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡീഷണൽ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അതായത് NPSൽ നിങ്ങൾ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1.5 ലക്ഷം രൂപയ്ക്ക് സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷനും കിട്ടും. ബാക്കി 50,000 രൂപയ്ക്ക് സെക്ഷൻ 80CCD1B പ്രകാരമുള്ള ടാക്സ് ഡിഡക്ഷനും ചേർത്ത് ആകെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ എല്ലാ സാമ്പത്തിക വർഷത്തിലും കിട്ടും. അടുത്തത് സെക്ഷൻ 80D ആണ്. ഈ ഡിഡക്ഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡിഡക്ഷൻ കിട്ടും. അതേപോലെ നിങ്ങൾ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കും ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടിയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയത്തിന് നിങ്ങൾക്ക് 25,000 രൂപ വരെയുള്ള ടാക്സ് റിഡക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങളൊരു 20,000 രൂപയുടെ പ്രീമിയമാണ് അടയ്ക്കുന്നതെങ്കിൽ 20,000 രൂപ ടാക്സ് റിഡക്ഷൻ കിട്ടും. ഇനി നിങ്ങളൊരു 5,000 രൂപയ്ക്ക് ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ ടാക്സ് റിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പ്രീമിയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെങ്കിലോ ഇതെല്ലാം ചേർത്ത് 25,000 കിട്ടുള്ളൂ. ഇനി നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഈ ലിമിറ്റ് 50,000 രൂപയാവും. അപ്പോൾ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണ്, നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വരെയുള്ള പ്രീമിയത്തിന് ഡിഡക്ഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് പാരൻസിന് വേണ്ടിയും ഇതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ പാരൻസിന് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസിന് നിങ്ങൾക്ക് അഡീഷണൽ ഒരു 25,000 രൂപയും കൂടെ ടാക്സ് റിഡക്ഷൻ കിട്ടും. ഇനി പാരൻസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലിമിറ്റ് 50,000 രൂപയായിട്ട് മാറും. ഒരു ഉദാഹരണം വെച്ച് പറയാം, നിങ്ങൾ പാരൻസിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, അതിന് ഒരു വർഷത്തെ പ്രീമിയം 30,000 രൂപയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ പാരൻസ് സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ 25,000 രൂപ വരെയുള്ള ടാക്സ് റിഡക്ഷൻ കാണിക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 30,000 രൂപയും ടാക്സ് റിഡക്ഷൻ കിട്ടും. കാരണം അതിൻ്റെ ലിമിറ്റ് വീണ്ടും കൂടി 50,000 ആയി. ഇനി പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് 5,000 രൂപ ടാക്സ് റിഡക്ഷൻ ഉണ്ട്. അത് പക്ഷേ ഈ 50,000-ത്തിനുള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പും ഹെൽത്ത് ഇൻഷുറൻസും ചേർത്ത് പാരൻസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപയുടെ ടാക്സ് റിഡക്ഷൻ കിട്ടും. ഇനി നിങ്ങളോ പാരൻസോ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും 50,000 രൂപ വരെയുള്ള ടാക്സ് റിഡക്ഷൻ ഈ സെക്ഷൻ 80D പ്രകാരം കിട്ടും. സോ ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഏറ്റവും കുറവ് പ്രീമിയത്തിലെടുക്കാൻ പോളിസി ബസാർ യൂസ് ചെയ്യാം. പോളിസി ബസാറിൽ നിങ്ങൾക്ക് വിവിധ കമ്പനികളുടെ ടേം ഇൻഷുറൻസുകളും അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസുകളും തമ്മിൽ കമ്പയർ ചെയ്യാം. എന്നിട്ട് ഫീച്ചറുകൾ നോക്കിയിട്ട് പോളിസിയുടെ പ്രീമിയം എമൗണ്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു
പോളിസി ഏറ്റവും കുറവ് പ്രീമിയത്തിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പോളിസി ബസാറിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കും ടേം ഇൻഷുറൻസ് എടുക്കാനുള്ളതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് പോളിസി ബസാർ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോജിച്ച നല്ലൊരു ഇൻഷുറൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്തത് സെക്ഷൻ 24 ആണ്. നിങ്ങളൊരു ഹോം ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുമ്പോൾ എല്ലാ മാസത്തെ EMIയിലും മുതലും പലിശ ഉണ്ടായിരിക്കും. അപ്പോൾ മുതലിന് സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ഡിഡക്ഷനാണ് കിട്ടുക. ഇനി പലിശയ്ക്ക് സെക്ഷൻ 24 പ്രകാരം എല്ലാ സാമ്പത്തിക വർഷവും 2 ലക്ഷം രൂപ വരെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 80DDB. ഈ ഒരു സെക്ഷനിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 40,000 രൂപ വരെയുള്ള ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനോ വേണ്ടിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് 40,000 രൂപ ഡിഡക്ഷൻ കിട്ടുക. ഇനി സീനിയർ സിറ്റിസൺ ആണ് ഈ പറയുന്ന ഡിപ്പെൻഡൻ്റ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിലും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. സെക്ഷൻ 80DDDയിൽ പറയുന്ന ഈ സ്പെസിഫിക് അസുഖങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ ഈ അസുഖങ്ങൾക്കാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് 40,000 രൂപ വരെയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള ടാക്സ് ഡിഡക്ഷൻ കിട്ടുക. അടുത്തതാണ് സെക്ഷൻ 80E. ഇത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ ആ തിരിച്ചടയ്ക്കുന്നതിലെ ഇൻട്രസ്റ്റിന് മുഴുവനായിട്ടും ടാക്സ് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ ആ ലോണിൽ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിന് ടാക്സ് ഡിഡക്ഷൻ ഇല്ല. നമ്മൾ ഒരു EMI അടയ്ക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും പ്രിൻസിപ്പളും ഉണ്ടായിരിക്കും. അതിൽ ഇൻട്രസ്റ്റിന് മാത്രമേ ഡിഡക്ഷൻ ഉള്ളൂ. പക്ഷേ എത്ര രൂപയാണോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തത് അതിന് മുഴുവനും നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അതിൽ മറ്റ് സെക്ഷനിലെ പോലെ ലിമിറ്റൊന്നുമില്ല. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എടുത്ത എഡ്യൂക്കേഷൻ ലോൺ ആവാം, നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടി എടുത്തതായിരിക്കാം, മക്കൾക്ക് വേണ്ടി എടുത്തതായിരിക്കാം. ഇനി നിങ്ങൾ ഏതെങ്കിലും കുട്ടികളുടെ ലീഗൽ ഗാർഡിയനായിട്ട് നിങ്ങളുടെ റിലേറ്റീവ് ആയ ഒരു കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ നിങ്ങളാണ്, ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ തിരിച്ചടയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിന് മുഴുവനായിട്ടുള്ള ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ഈ ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ ലോൺ എടുത്തത് ഇന്ത്യയിലെ ഏതെങ്കിലും ബാങ്കിൽ നിന്നോ അംഗീകൃത ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ലോൺ തിരിച്ചടയ്ക്കുന്നുണ്ടാവും. അപ്പോഴും നിങ്ങൾക്ക് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ആകെ നിങ്ങൾക്ക് 8 വർഷത്തേക്കാണ്, അതായത് ലോൺ തിരിച്ചടച്ച് തുടങ്ങി 8 വർഷത്തേക്കാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ ലോണിനുള്ള ടാക്സ് ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. അടുത്ത ഒരു ഡിഡക്ഷൻ കിട്ടുക സെക്ഷൻ 80EEB പ്രകാരമാണ്. ഈ ഒരു സെക്ഷൻ ഇപ്പോൾ ഇല്ല. 2019 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങാനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് തിരിച്ചടയ്ക്കുമ്പോൾ വരുന്ന ഇൻട്രസ്റ്റിന് ഒരു സാമ്പത്തിക വർഷം 1.5 ലക്ഷം രൂപ വരെയുള്ള ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു സെക്ഷൻ കൊണ്ടുവന്നത്. പക്ഷേ 2023 മാർച്ച് 31 ശേഷം ലോൺ എടുക്കുന്നവർക്ക് ഈ ഒരു സ്കീമില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തത്. അടുത്തത് സെക്ഷൻ 80G ആണ്. ഇത് ഡൊണേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഡക്ഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യുന്ന ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും NGOയിലേക്കൊക്കെ നിങ്ങൾ ഡൊണേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്തതിൻ്റെ മുഴുവൻ തുകയും നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്തെങ്കിൽ ആ 1 ലക്ഷം രൂപയും നിങ്ങൾക്ക് വരുമാനത്തിൽ നിന്നും കുറച്ച് കാണിക്കാം. ഇനി ചില സ്പെഷ്യൽ കേസസിൽ നിങ്ങൾക്ക് 50% വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ആകെ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തെങ്കിൽ അതിൽ 50,000 രൂപയുടെ ഡിഡക്ഷൻ നിങ്ങൾക്ക് കാണിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഡൊണേഷൻ ബാങ്ക് വഴിയായിരിക്കണം ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ നിങ്ങൾ കാശായിട്ടാണ് ഈ ഡൊണേഷൻ ചെയ്തതെങ്കിൽ അതിന് പരമാവധി 2,000 രൂപയുടെ ഡിഡക്ഷനേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ എത്ര രൂപ നിങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 2,000 രൂപയിൽ കൂടുതൽ ഡിഡക്ഷൻ കിട്ടില്ല. അടുത്തത് സെക്ഷൻ 80TTA ആണ്. ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നമുക്ക് ടാക്സ് ഉണ്ടോ എന്നുള്ളത്. അതിന് ടാക്സ് ഉണ്ട്. 10,000 രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സേവിങ്സ് ബാങ്കിൽ നിന്നും പലിശ കിട്ടുന്നുണ്ടെങ്കിൽ ആ പലിശ ടാക്സബിൾ ആണ്. ഇനി സെക്ഷൻ 80TTB ഉണ്ട്. ആ സെക്ഷൻ നിങ്ങൾ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആ ഒരു ലിമിറ്റ് 50,000 രൂപയായിട്ട് മാറും. അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആണ് സേവിങ്സ് ബാങ്കിൽ നിന്നും പലിശ കിട്ടുന്നതെങ്കിൽ 50,000 രൂപ വരെ ഡിഡക്ഷൻ ഉണ്ട്. അതിൽ കൂടുതൽ പലിശ കിട്ടിയാലേ ആ വരുമാനം ടാക്സബിൾ ആവുള്ളൂ. സോ ഇതെല്ലാമാണ് സാലറി വാങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്ന ഇൻകം ടാക്സിലെ ഡിഡക്ഷൻസ്. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷത്തെ ആകെ വരുമാനത്തിൽ നിന്നും ഈ ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് ബാക്കി എത്ര തുക വരുന്നുണ്ടോ അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് കണക്ക് കൂട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കാൻ ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും ഉണ്ട്. അപ്പോൾ ഓൾഡ് ടാക്സ് റെജീമിലെ ഇൻകം ടാക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കണം എന്നാണ്.
അപ്പോൾ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വരുമാനത്തിൻ്റെ 5% ഇൻകം ടാക്സ് വരിക, അതായത് 12,500 രൂപ. പക്ഷേ ഈ ഒരു 12,500 രൂപയുടെ ഇൻകം ടാക്സിന് ഗവൺമെൻറ് റിബേറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഫലത്തിൽ നമ്മൾ 5 ലക്ഷം വരെ വരുമാനമുള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഓൾഡ് ടാക്സ് റെജീമിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ ഡിഡക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ എത്ര രൂപയുടെ ഡിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും നോക്കിയിട്ട് നിങ്ങളുടെ ആകെ വരുമാനത്തിൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറയ്ക്കുക. അത് 5 ലക്ഷത്തിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജീം വെച്ചിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി ന്യൂ ടാക്സ് റെജീമിലേക്ക് വരുമ്പോൾ ഇവിടെ 7 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഈ ഒരു റെജീമിൽ ആകെ കിട്ടുന്ന ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തെ വരുമാനത്തിൽ നിന്ന് 50,000 രൂപ കുറയ്ക്കുമ്പോൾ അത് 7 ലക്ഷത്തിന് താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടാക്സ് റെജീം പ്രകാരം ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിഡക്ഷൻസിലൊന്നും നിങ്ങൾക്ക് ഒരു സ്കോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ടുള്ള ഇൻകം നോക്കുക, അത് 7 ലക്ഷത്തിന് താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ടാക്സ് റെജീം ഉപയോഗിച്ചിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. അങ്ങനെ ഇൻകം ടാക്സ് ഒഴിവാക്കാം. ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിക്കാം. കാരണം ഇതിൽ പറയുന്ന എല്ലാ ഡിഡക്ഷനും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപയുടെ സാലറി ഇൻകം ഉള്ള ഒരാളെ എക്സാമ്പിളായിട്ട് എടുക്കാം. അയാൾക്ക് എന്തായാലും 50,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. ഇനി സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപയുടെ ഒരു ടാക്സ് ഡിഡക്ഷൻ അയാൾക്ക് കിട്ടുന്നു. സെക്ഷൻ 80CCD പ്രകാരം അഡീഷണൽ ഒരു 50,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നു. ഇനി ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്, അത് തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നു. ഇനി സെക്ഷൻ 80D പ്രകാരം നിങ്ങൾ പാരൻസിന് വേണ്ടിയിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടെങ്കിൽ രണ്ടും ചേർത്ത് 75,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ടോട്ടൽ 5,25,000 രൂപയുടെ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 4,75,000 രൂപയാണ്. സോ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 5 ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾക്ക് വരുമാനം ഉള്ളപ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. സോ 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഇത്രയും ഡിഡക്ഷൻസിന് സ്കോപ്പ് ഉള്ളതുകൊണ്ട് അയാൾക്ക് ഇനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരാൾക്ക് 7,20,000 രൂപയുടെ സാലറി ഒരു വർഷം കിട്ടുന്നുണ്ട്. പക്ഷേ അയാൾക്ക് സെക്ഷൻ 80C പ്രകാരമോ 80D പ്രകാരമോ ഉള്ള ടാക്സ് എക്സെപ്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ആകെ കിട്ടുന്ന ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ്. അപ്പോൾ അയാൾ ഓൾഡ് ടാക്സ് റെജീം വെച്ചിട്ട് ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 46,500 രൂപയുടെ ഇൻകം ടാക്സും 1,860 രൂപയുടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ചേർത്ത് 48,360 രൂപ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. എന്നാൽ അതേസമയം അയാൾ ന്യൂ ടാക്സ് റെജീം വെച്ചിട്ടാണ് ITR ഫയൽ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 7,20,000 നിന്നും 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ അയാൾക്ക് വരുന്ന ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 6,70,000 രൂപയാണ്. ന്യൂ ടാക്സ് റെജീമിൽ ഇപ്പോൾ 7 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. അതുകൊണ്ട് അയാൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. സോ നിങ്ങളുടെ വരുമാനവും നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ഡിഡക്ഷൻസ് ഉണ്ട് എന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിൽ ഏത് ടാക്സ് റെജീം ഉപയോഗിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ. പലരും കമൻറ്റ് ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സാലറിയിൽ നിന്ന് TDS പിടിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻസ് കിട്ടുന്നൊക്കെ ഉള്ളൊരു കാര്യം. സോ ആ കാര്യമൊക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങളുടെ കൊളീഗ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.